ഒരു കാര്യം തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു ശശി തരൂർ എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. കാരണം പല കാരണങ്ങൾ കൊണ്ടും CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ ഒരുപക്ഷെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും ഇത്തവണ ശശി തരൂരിന് അനുകൂലമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥി, ലോകത്ത് മുഴുവൻ സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന നിലയിൽ ശശി തരൂരിനുള്ള ഒരു ഇമേജ്, അതുപോലെ ലോകസഭയിൽ പന്ന്യൻ രവീന്ദ്രൻ എന്ത് ചെയ്യാനാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു ലോക്സഭ എന്ന് പറയുമ്പോൾ അവിടെ പന്ന്യൻ രവീന്ദ്രൻ ഒന്നും സംഭാവന ചെയ്യാനില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തിരുവനന്തപുരത്ത് തുടക്കം. എന്നാൽ ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. പല സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയോട് ചോദിച്ചു വാങ്ങിയ സീറ്റുമായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹം തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിൽ കരുതിയ ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മണ്ഡലവുമായി ഒരു ഇമോഷണൽ കണക്ട്, ഒരു തരത്തിലും മാനസികപരമായ ഒരു അടുപ്പം ജനങ്ങൾക്ക് തോന്നാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ ആകാംക്ഷ. എന്നാൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ ചിത്രം പൊതുവെ മാറി മറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ മെയ്വഴക്കം പ്രകടമായ സന്ദർഭമായിരുന്നു അത്. അദ്ദേഹം പരമാവധി തിരുവനന്തപുരം മണ്ഡലത്തിലെ പല വിഭാഗം ജനങ്ങളുമായി സംവദിക്കുവാൻ അദ്ദേഹം വേദികൾ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോൾ ഞാനിത് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുവാനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടുവാനോ വേണ്ടിയല്ല, മറിച്ച് എന്താണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനത്തിന് അദ്ദേഹത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ മണ്ഡലത്തിലെത്തി നിമിഷം നേരം കൊണ്ട് തന്നെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ടെക്കികളുടെയും, ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന, ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെക്നോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളവും ഡോക്ടർമാരുടെ ഇടയിലും എഞ്ചിനീയർമാരുടെ ഇടയിലും പൗരപ്രമുഖന്മാരുടെ ഇടയിലും ഒക്കെ വിവിധ തരത്തിലുള്ള മീറ്റിങ്ങുകൾ വിളിച്ച് ബിസിനസ്സുകാരുടെ ഇടയിലും ഒക്കെ എത്തിച്ചേരുന്നതിന്, അവരുടെ വോട്ടുകളെ തങ്ങളുടെ പക്ഷത്തിൽ ഉറപ്പിക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖറിന് നിഷ്പ്രയാസം കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രചരണത്തിലൊക്കെ ശശി തരൂരിനൊപ്പം തുടക്കകാലത്ത് കൂടെ ഉണ്ടായിരുന്ന TP ശ്രീനിവാസ സാറിനെ പോലെയുള്ളവർ രാഷ്ട്രീയം മറന്നുകൊണ്ട് ചന്ദ്രശേഖരനോടൊപ്പം പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു പരിച്ഛേദം രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ പരിശോധിച്ചാൽ പോലും നമുക്കറിയാം. ഏതാണ്ട് ശശി തരൂരിനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് രാജീവ് ചന്ദ്രശേഖറിന് മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വളരെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ഈ പറയുന്ന വലിയ രണ്ട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ മാത്രമല്ല, ലോകസഭയിൽ ഏറ്റുമുട്ടുന്ന രണ്ട് പ്രബല ശക്തികളുടെ ഇടയിൽ എന്താണ് അദ്ദേഹത്തിന് ചെയ്യുവാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അതേപക്ഷെ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ വന്ന രണ്ട് കോടിപതിയായ സ്ഥാനാർത്ഥികളുടെ ഇടയിൽ സാധാരണക്കാരനായി വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം മത്സരിച്ചതുപോലെ തന്നെ മത്സര രംഗത്ത് വരുന്നു. അന്നുണ്ടായിരുന്ന അത്രയും വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും 15 വർഷമായി തുടരുന്നതിന്റെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറും, അദ്ദേഹം 15 വർഷം എന്ത് ചെയ്തു എന്നുള്ള, ആദ്യമൊക്കെ മന്ത്രിയായെങ്കിലും പിന്നീട് നമുക്കറിയാം ലോകസഭയിൽ മോദി സർക്കാർ വന്നപ്പോൾ അവിടെയോ അല്ലെങ്കിൽ കേരളത്തിലും രണ്ടിടത്തും വിരുദ്ധമായിട്ടുള്ള സർക്കാർ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും ഇടപെടാനോ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് തിരുവനന്തപുരത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാനോ കഴിയുന്ന സാഹചര്യം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കാടിടക്കിയുള്ള ഒരു പ്രചരണത്തിലല്ല അദ്ദേഹം ഊന്നിയത്, മറിച്ച് തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയിൽ നോക്കൂ, തിരുവനന്തപുരത്തിന്റെ ഒരു പരിശോധന, തിരുവനന്തപുരത്തിന്റെ പ്രധാനികളുടെ അവര് IT സെക്ടറിലെയും ഡോക്ടർമാരുടെയും എഞ്ചിനീയറെയും ഒക്കെ പറയുന്ന ഇങ്ങനെ പ്രബലമായ ഒരു വിഭാഗത്തിന്റെ ഇടയിലേക്ക് എത്തുവാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അദ്ദേഹം അതിൽ 100% വിജയിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ പൊതുജനങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ ഈ രണ്ട് പേരുടെ പേരുകളാണ് മുൻപന്തിയിലേക്ക് വരുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ത്രികോണ മത്സരത്തിന്റെ ചൂടിൽ നിന്നും തിരുവനന്തപുരം ഏതാണ്ട് രണ്ട് സ്ഥാനാർത്ഥികളിലേക്ക് വലിയ ശക്തമായ പോരാട്ടത്തിലേക്ക്, പന്ന്യൻ രവീന്ദ്രന്റെ ഒപ്പമുണ്ടെങ്കിൽ കൂടിയും
പ്രമുഖ മത്സരം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ശശി തരൂരും തമ്മിലായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. കുറഞ്ഞപക്ഷം സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. എന്നാൽ സാധാരണക്കാരുടെ ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അതൊരു സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൊണ്ട് അവരും ഏതാണ്ട് പന്ന്യൻ രവീന്ദ്രൻ ഇനി ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു പക്ഷത്തേക്ക് അവരുടെ ചിന്തകൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, മത്സരം ഇവർ തമ്മിൽ തീപ്പാറുകയാണ്. ഇനി പറയുന്ന ഘടകങ്ങൾ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കോവളം, പാറശാല, നെയ്യാറ്റിങ്കര അങ്ങോട്ട് പോകുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റൽ തീരദേശ മേഖലയിൽ വരുന്ന വോട്ട് എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. ഇത് ശശി തരൂരിന് ഏറ്റവും പിന്തുണ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. ഇപ്പൊ ഇന്ന് രാവിലെ കൂടിയും എനിക്കറിയാവുന്ന ആ മേഖലയിലെ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അവിടെയും രാജീവ് ചന്ദ്രശേഖറിന് കുറച്ച് ജനവിഭാഗങ്ങളുടെ ഇടയിലെങ്കിലും കടന്നു കയറുവാനുള്ള പരിശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പൊ അവിടുത്തെ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം അതുമായി ബന്ധപ്പെട്ട പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചകൾ, അതിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഇടപെടലുകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട CSI സഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി വോട്ടുകൾ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടുകൾ, നാടാർ കമ്മ്യൂണിറ്റി വോട്ടുകൾ, ഇതൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായേക്കാവുന്ന ഘടകങ്ങളാണ്. നേരത്തെ അത് നിസ്സംശയം ശശി തരൂരിന്റെ പിന്നിൽ അടിയുറച്ച വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മൈനോറിറ്റി വോട്ടുകളും, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം മൈനോറിറ്റി വോട്ടുകളും അതുപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടുകളും ഒക്കെ N ബ്ലോക്കായി മുമ്പ് ലഭിച്ചിരുന്നത് ശശി തരൂരിനായിരിക്കുകയും തിരുവനന്തപുരത്തെ പ്രബലമായ നായർ ഇഴവ സമൂഹങ്ങളുടെ എല്ലാം വോട്ട് ഇതോടൊപ്പം തന്നെ ശശി തരൂരിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചു പോയത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രബല സമൂഹങ്ങളൊക്കെ, പ്രത്യേകിച്ച് നായർ സമൂഹവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഹിന്ദു സമൂഹങ്ങളും തീർച്ചയായിട്ടും ആ വോട്ടുകൾ സ്വായത്തമാക്കുന്നതിന് ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പ്രബലരായിട്ടുള്ള ബിസിനസ് വിഭാഗങ്ങളുടെ വോട്ടുകൾ സ്വന്തമാക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖറിന് തന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ മത്സരത്തിൽ തീരദേശ മേഖല വളരെ നിർണായകമാകുന്ന ഒരു കാഴ്ചയാണ്. അത് നമുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ്. കാരണം പള്ളിയുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ ഇടയിലേക്ക് പള്ളിയുടെ ഇടയലേഖനങ്ങൾ എങ്ങനെ എത്തിച്ചേരുന്നു, ഇടയലേഖനം ഉണ്ടാകുമോ, അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടാവുക. സ്വാഭാവികമായും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ ഇവിടെ ചന്ദ്രശേഖർ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായി കേന്ദ്രത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ 15 വർഷമായിട്ടും ഒന്നും ചെയ്യാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിരുദ്ധ തരംഗവും ഒക്കെ ശശി തരൂരിനെതിരായിട്ടുള്ള ഘടകങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ മുൻപ് ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ ശശി തരൂരിന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശശി തരൂരിന് വേണ്ടത്ര പിന്തുണ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉണ്ടോ എന്നുള്ള ഒരു സംശയവും ചിലരൊക്കെ ഉയർത്തുന്നുണ്ട്. അതും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ബാധിക്കുവാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് ശശി തരൂരിന്റെ വലിയ ഭൂരിപക്ഷത്തെ മറികടന്നു പോകാൻ കഴിയുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപക്ഷെ BJPക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടിയേക്കാമെങ്കിലും ശശി തരൂരിന്റെ വലിയ ഭൂരിപക്ഷത്തെ മറികടന്നു പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അതൊരു പക്ഷേ അവസാന നിമിഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കോവളം, പാറശാല, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന തീരദേശ മേഖലകളിൽ നടത്തുന്ന നീക്കങ്ങൾ എത്രത്തോളം ഫലവത്താകും എന്നതിനെ ആശ്രയിച്ചു കൂടിയായിരിക്കും. ഒരു കാര്യം കൂടി വളരെ വ്യക്തമാണ്, ഇടതുപക്ഷം തിരുവനന്തപുരത്ത് എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുക വഴി ഇടതുപക്ഷത്തിന് വലിയ നീക്കുപോക്കുകൾക്കുള്ള സാധ്യത അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായാൽ ആർക്കായിരിക്കും വിജയ സാധ്യത എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എന്തായാലും അതിനുള്ള നീക്കുപോക്കുകളുള്ള സാധ്യത തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. കാരണം പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പരിണതപ്രജ്ഞനായ വളരെ പാരമ്പര്യമുള്ള വളരെ സംശുദ്ധിയുള്ള ഒരു എല്ലാവരും അംഗീകരിക്കുന്ന സംശുദ്ധിയോടെ കാണുന്ന തൊഴുകൈകളോടെ കാണുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എങ്കിലും മത്സരം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ തരൂരും തന്നെയാണ്. ആരാണ് മുൻപന്തിയിൽ എന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. എങ്കിലും തീരദേശ വോട്ടുകളിൽ വിള്ളലുകൾ, ശശി തരൂരിനുള്ള വിള്ളലുകൾ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാവുന്ന ഘടകങ്ങളാണ്. തനിക്ക് മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷം അത്ര കണ്ട് കുറയാൻ സാധ്യതയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ശശി തരൂരും. എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ.